Dear students, we are starting a new chapter. This is the last chapter in plus 1 zoology, chemical coordination and integration. അപ്പോൾ കെമിക്കലി നമ്മുടെ സിഗ്നൽസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെ കോർഡിനേറ്റ് ചെയ്യപ്പെട്ടെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് വഴി എങ്ങനെയാണ് ബോഡിയിലെ ഡിഫറെൻറ്റ് ഓർഗൻസ് തമ്മിലുള്ള ഒരു കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൻഡ് എന്താണ് ആ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്, ഓരോ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ് ഏതൊക്കെയാണ് ആൻഡ് വേർ ദീസ് ഗ്ലാൻസ് ആർ ലൊക്കേറ്റഡ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ മെയിൻലി ഗ്ലാൻസ്, ഹോർമോൺസ് ഇതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. സോ എൻഡോക്രൈൻ സിസ്റ്റം, നമ്മുടെ ബോഡിയിലുള്ള എൻഡോക്രൈൻ സിസ്റ്റം, ഇറ്റ് ഇൻക്ലൂഡ്സ് എൻഡോക്രൈൻ ഗ്ലാൻസ് ആൻഡ് ദെയർ സെക്രീഷൻസ്. എൻഡോക്രൈൻ ഗ്ലാൻസും അതിൻ്റെ സെക്രീഷൻസ് ഹോർമോൺസ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസ് എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് ആണ്. ദെൻ വാട്ട് ആർ ഹോർമോൺസ്? ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയൻറ്റ് കെമിക്കൽസ്. അത് പ്രത്യേകിച്ച് ന്യൂട്രീഷ്യസ് വാല്യൂ ഒന്നും ഇല്ല ഹോർമോൺസിന്, അങ്ങനെയുള്ളൊരു കെമിക്കൽസ് ആണ്. ആൻഡ് ദേ ഹാവ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ അവർ ബോഡി. എന്താണ് അവരുടെ ഫംഗ്ഷൻ? ദേ ആക്ട് ആസ് ഇൻ്റർ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ്. സെൽസ് തമ്മിൽ മെസ്സേജസ് കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഇൻ്റർ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് എമൗണ്ട്സ്. വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ ഈ ഹോർമോൺസ്. സോ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്ലാൻസും ആ സെക്രീഷൻസും ഉൾപ്പെടുന്നു. ആൻഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ സെക്രീഷൻസ് ആണ് ഹോർമോൺസ്. ഹോർമോൺസ് നോൺ ന്യൂട്രിയൻ്റ് ആണ്, നമ്മുടെ ബോഡിയിലുള്ള ഇൻ്റർ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം നമ്മുടെ ബോഡിയിൽ പല പാർട്സിൽ കാണുന്ന ഗ്ലാൻസ് ആണ്, ലൊക്കേഷൻസ് കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ആർ ദ മെയിൻ എൻഡോക്രൈൻ ഗ്ലാൻസ്. ഡയഗ്രാം നോക്കൂ. ഹൈപ്പോതലാമസ് ലൊക്കേഷൻ നോക്കുക. ദെൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിറ്റ്യൂട്ടറി, ദെൻ പീനിയൽ ബോഡി, ദെൻ തൈറോയിഡ്, പാരാതൈറോയിഡ്. തൈറോയിഡിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് അതായിട്ടാണ് പാരാതൈറോയിഡ് കാണുക ചേർന്ന് തന്നെ. ദെൻ തൈമസ് ഗ്ലാൻഡ്, ദെൻ കിഡ്നിയുടെ മുകളിലായിട്ട് അഡ്രീനൽ ഗ്ലാൻഡ്, ദെൻ കിഡ്നി, പാൻക്രിയാസ്, ഓവറി, യൂട്രസ്, ടെസ്റ്റിസ്. ഇതാണ് നമ്മുടെ ബോഡിയിലുള്ള മെയിലും ഫീമെയിലും ബോഡിയിൽ ഉള്ള എൻഡോക്രൈൻ ഗ്ലാൻസ്. ഫസ്റ്റ് വി ക്യാൻ സി ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൻ്റെ ലൊക്കേഷൻ ഇതാണ്, ബ്രെയിനിൽ ഈ പോർഷനിലാണ് ഹൈപ്പോതലാമസ് കാണുക. ദ ന്യൂറോ സെക്രീറ്ററി സെൽസ് ഓഫ് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്. അപ്പോൾ ഹൈപ്പോതലാമസിലുള്ള സെക്രീറ്ററി സെൽസ് 3 തരം ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. റിലീസിങ് ഹോർമോൺസ്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. വേറെ 2 ഹോർമോൺസും കൂടി. അതിൽ റിലീസിങ് ഹോർമോൺസ് എന്താണ്? ദേ സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ആക്ച്വലി ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ റിലീസിങ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ ടു സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ബൈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ഒന്ന് ഉത്തേജിപ്പിക്കുക. അതാണ് റിലീസിങ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് ഷോർട്ട് ഫോം നോക്കൂ, GnRH. ഇതിൻ്റെ ഫുൾ ഫോമാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്നത് ഗൊണാഡോട്രോപ്പിൻ ആണ്. അതിന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ദിസ് സ്റ്റിമുലേറ്റ്സ് റിലീസ് ഓഫ് ഗൊണാഡോട്രോപ്പിൻസ് ഫ്രം പിറ്റ്യൂട്ടറി. അപ്പോൾ പിറ്റ്യൂട്ടറി ആണ് ആക്ച്വലി ഗൊണാഡോട്രോപ്പിൻസ് റിലീസ് ചെയ്യേണ്ടത്. അപ്പോൾ GnRH സെക്രീറ്റ് ചെയ്യപ്പെട്ടാൽ ഉടനെ എന്ത് ചെയ്യും? പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റഡ് ആവും. എന്തിനു വേണ്ടിയിട്ട്? ടു റിലീസ് ഗൊണാഡോട്രോപ്പിൻസ്. അപ്പോൾ അതാണ് റിലീസിങ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ. ആക്ച്വലി അവർ ഡയറക്ട്ലി ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നില്ലെങ്കിലും അവർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹോർമോൺസ് ആർ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. അപ്പോൾ ഇൻഹിബിറ്റ് വെച്ചാൽ തടസ്സപ്പെടുത്തുക. ദേ ഇൻഹിബിറ്റ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. റിലീസിങ് ഹോർമോൺസ് റിലീസ് ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ സെക്രീഷനെ തടസ്സപ്പെടുത്തുന്നു, നിർത്താൻ നോക്കുന്നു, അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്നു. എക്സാമ്പിൾ സൊമാറ്റോസ്റ്റാറ്റിൻ. ദിസ് ഇൻഹിബിറ്റ്സ് ദ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം പിറ്റ്യൂട്ടറി. അപ്പോൾ സൊമാറ്റോസ്റ്റാറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ്. അത് ചെയ്യുന്നത് എന്താണ്? പിറ്റ്യൂട്ടറി ഗ്രോത്ത് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. ആ ഗ്രോത്ത് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത് തടയുന്നതാണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ. ഇനി ഇത് 2 ഹോർമോൺസും കൂടാതെ വേറെ 2 ഹോർമോൺസും ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. അത് ആക്സോൺ വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് പിറ്റ്യൂട്ടറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്.
So these are the three major types of hormones secreted by hypothalamus. Then pituitary gland. Pituitary gland is located in a bony cavity called sella turcica. നമ്മുടെ ബ്രെയിനിൻ്റെ അടുത്ത് തന്നെ ഹൈപ്പോതലാമസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണുക. അത് ഒരു ബോണി ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത്. ആ ബോണി ക്യാവിറ്റിയുടെ പേരാണ് സെല്ല ടെർസിക്ക. ഇറ്റ് ഈസ് അറ്റാച്ച് ടു ഹൈപ്പോതലാമസ് ബൈ എ സ്റ്റോക്ക്. ഹൈപ്പോതലാമസ് ഇതാണ്, ദിസ് ഇസ് പിറ്റ്യൂട്ടറി. അപ്പോൾ ഒരു സ്റ്റോക്ക് വഴി ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട് അത് രണ്ടും തമ്മിൽ. അങ്ങനെ ഒരു സ്റ്റോക്ക് വഴിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ പാർട്സ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി മുകളിലുള്ള ഭാഗവും, ദെൻ ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. രണ്ട് ഭാഗങ്ങളായിട്ട് പിറ്റ്യൂട്ടറിനെ ഡിവൈഡ് ചെയ്യാം. അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ദിസ് ഇസ് അഡിനോ ഹൈപ്പോഫൈസിസ്, ദിസ് ഇസ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. പിറ്റ്യൂട്ടറി രണ്ട് സൈഡിൽ കാണുന്നത്. ഇനി അഡിനോ ഹൈപ്പോഫൈസിസ് അഗെയിൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർസ് ഡിസ്റ്റാലിസ് ആൻഡ് പാർസ് ഇന്റർമീഡിയ. ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പാർട്സ് ആണ് ഇതെല്ലാം. ഇനി ഓരോ പാർട്സിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഇതിൽ പാർസ് ഡിസ്റ്റാലിസ് അല്ലെങ്കിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഭാഗങ്ങൾ ഇറ്റ് സെക്രീറ്റ്സ് ദ ഫോളോയിങ് ഹോർമോൺസ്: സൊമാറ്റോട്രോപ്പിൻ ഓർ ഗ്രോത്ത് ഹോർമോൺ GH. അപ്പോൾ ഹോർമോണിൻ്റെ പേരിൽ നിന്ന് ഏകദേശം അറിയണം എന്തിനുള്ള ഹോർമോണാണ്. ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഗ്രോത്ത് ഹോർമോണിൻ്റെ വേറൊരു പേരാണ് സൊമാറ്റോട്രോപ്പിൻ. ദെൻ പ്രോലാക്റ്റിൻ, ദെൻ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ACTH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH, luteinizing hormone LH. These 6 hormones are secreted by the pars distalis. പിറ്റ്യൂട്ടറിയുടെ തന്നെ ഒരു ഭാഗമാണ് പാർസ് ഡിസ്റ്റാലിസ്. ഇനി ഫസ്റ്റ് ഹോർമോൺ എന്തിനുള്ളതാണെന്ന് കാണാം നമുക്ക്. സൊമാറ്റോട്രോപ്പിൻ ഓർ ഗ്രോത്ത് ഹോർമോൺ. ഇറ്റ് ഈസ് നെസസറി ഫോർ ബോഡി ഗ്രോത്തിന് വേണ്ടിയുള്ള ഹോർമോണാണ്. പക്ഷേ ഈ ഹോർമോണിൻ്റെ സെക്രീഷൻ കൂടി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ജൈജാൻറ്റിസം. ദിസ് പേഴ്സൺ ഈസ് ഹാവിങ് ജൈജാൻറ്റിസം. ജൈജാൻറ്റിസിൽ ഒരാളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ജൈജാൻറ്റിസ് അബ്നോർമൽ ഗ്രോത്ത് ആണ് ഉണ്ടാവുക. ബിക്കോസ് ദിസ് ഇസ് റീസൺ ഈസ് ഓവർ സെക്രീഷൻ. സാധാരണ വേണ്ടതിനേക്കാളും കൂടുതൽ അളവിൽ ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. ദറ്റ് ഇസ് ജൈജാൻറ്റിസം. ഇനി ഹൈപ്പോ സെക്രീഷൻ. ഹൈപ്പോ മീൻസ് ലെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലെസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ വേറൊരു കണ്ടീഷൻ ഉണ്ടാക്കുന്നതാണ് ഡ്വാർഫിസം. രണ്ടും ഒരുമിച്ച് കാണിച്ചിരിക്കുന്നുണ്ട് ഈ പിക്ചറിൽ. ഡ്വാർഫിസം എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് സ്റ്റണ്ടഡ് ആവുക, നിന്ന് പോവുക. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ ജൈജാൻറ്റിസം, ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാൽ ഡ്വാർഫിസം. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽട്സ്. ഇനി അഡൾട്ട് ആയി കഴിഞ്ഞിട്ട് ഓവർ സെക്രീഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷൻ കൂടുതലാവുകയാണെങ്കിൽ, മെയിൻലി മിഡിൽ ഏജിലാണ് അത് കാണുക. ഇറ്റ് കോസസ് ആക്രോമെഗളി. കണ്ടോ ഇവിടെ മുഖത്ത് ചില ഭാഗങ്ങളിലുള്ള ഗ്രോത്ത് കൂടുക ചെയ്യുക. കോസസ് സീവിയർ ഡിസ്ഫിഗർമെന്റ് എസ്പെഷ്യലി ഓഫ് ഫേസിലാണ് മെയിൻലി കാണുക. ഫേസിലൊരു ഡിസ്ഫിഗർമെന്റ് ഉണ്ടാവണം. ഒരു നോർമൽ സ്ട്രക്ചർ മാറി ഒരു പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത പോലെ സ്ട്രക്ചേഴ്സ്, താടിയൊക്കെ നീണ്ട് ഡിഫറെൻറ്റ് ഒരു അപ്പിയറൻസ് ആണ് വരിക. ഇറ്റ് ലീഡ്സ് ടു സീരിയസ് കോംപ്ലിക്കേഷൻസ് ആൻഡ് പ്രിമച്വർ ഡെത്ത്. ഇത് വെറുതെ ഒരു ഫേഷ്യൽ ഇതുപോലെ ഡിസ്ഫിഗർമെൻറ്റോ മാത്രമല്ല, സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഫൈനലി ചിലപ്പോൾ ഡെത്തിനുള്ളൊരു കാരണമാവും. അഡൾട്ട് ആയതിനു ശേഷം അഡൾട്ട് സ്റ്റേജിൽ ഗ്രോത്ത് ഹോർമോണൽ സെക്രീഷൻ കൂടുകയാണെങ്കിലാണ് ആക്രോമെഗളി ആവുക. അത് ഇറ്റ് ക്യാൻ കോസ് പ്രിമച്വർ ഡെത്ത്. ഏർലി ഡയഗ്നോസിസ് ഓഫ് ദ ഡിസീസ് ഇസ് ഡിഫിക്കൾട്ട്. ഇറ്റ് മേ ബി അൺഡിറ്റക്റ്റഡ് ഫോർ മെനി ഇയേഴ്സ്. നോർമലി ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നം സിവിയർ ആവാനുള്ള സാധ്യത കൂടുതലാണ് ആക്രോമെഗളി. അപ്പോൾ ഓർത്തിരിക്കണം, ജൈജാൻറ്റിസും ആക്രോമെഗളിയും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ദെൻ പാർസ് ഡിസ്റ്റാലിസ് സെക്രീറ്റ് ചെയ്യണ സെക്കൻഡ് ഹോർമോൺ. ആദ്യത്തെ ഹോർമോൺ കണ്ട് നമ്മൾ സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ. സെക്കൻഡ് ഹോർമോൺ ആണ് പ്രോലാക്റ്റിൻ. ഇറ്റ് റെഗുലേറ്റ്സ് ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്സ് ആൻഡ് മിൽക്ക് പ്രൊഡക്ഷൻ. ഡെലിവറി കഴിഞ്ഞ ഒരു അമ്മ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം കുഞ്ഞിന് പാല് കൊടുക്കണം. അതിനുവേണ്ടി മാമറി ഗ്ലാൻഡ്സ് ഗ്രോത്ത് കൺട്രോൾ ചെയ്യണം. ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ മിൽക്ക് പ്രൊഡക്ഷൻ. ഇത് രണ്ടിനും സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ദെൻ നെക്സ്റ്റ് ഹോർമോൺ ഈസ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ അറിയാം എന്താ അതിൻ്റെ ഫംഗ്ഷൻ എന്ന്. തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണത്, TSH. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺസ് ഫ്രം തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ
നോർമലി തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആളുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ TSHൻ്റെ വാല്യൂ ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ TSHൻ്റെ വാല്യൂ നോക്കാൻ പറയാറുണ്ട്. TSHൻ്റെ വാല്യൂ കൂടി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ എന്ന ഹോർമോണിനെയാണ് സെക്രീറ്റ് ചെയ്യുക. ഈ തൈറോയിഡ് ഗ്ലാൻഡ് ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമായ തൈറോക്സിൻ സെക്രീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുമ്പോഴാണ് TSHൻ്റെ അളവ് കൂടുതലുണ്ടാവുക ബോഡിയിൽ. അപ്പോൾ TSHൻ്റെ അളവ് കൂടി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീഷൻ കുറഞ്ഞു എന്നാണ്. ദെൻ നെക്സ്റ്റ് ഹോർമോണാണ് അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, ACTH. ഇതിൻ്റെ ഫംഗ്ഷനാണ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് synthesis and secretion of steroid hormones from adrenal cortex. Adrenal glandന്റെ കോർട്ടെക്സ് മെഡലുണ്ട് adrenal glandന്. ദിസ് ഇസ് ദ കോർട്ടെക്സ് റീജിയൻ. ഈ കോർട്ടെക്സ് റീജിയനിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടേണ്ട സ്റ്റീറോയിഡ് ഹോർമോൺസിന്റെ സെക്രീഷനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക. അതാണ് ACTHന്റെ ഫംഗ്ഷൻ. ദെൻ ഫിഫ്ത്ത് ഹോർമോൺ ആണ് FSH, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഗൊണാഡൽ ആക്ടിവിറ്റി, നമ്മുടെ ബോഡിയിലുള്ള ഗാമേറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ ഗൊണാഡ്സിന്റെ ആക്ടിവിറ്റീസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. മെയിൽസിൽ FSHും ആൻഡ്രോജൻ, മെയിൽ ഹോർമോണാണ് ആൻഡ്രോജൻ. ദ റെഗുലേറ്റ് സ്പേം ഫോർമേഷൻ. മെയിൽസിൽ സ്പേം ഫോർമേഷൻ പറയുന്ന ടേമാണ് സ്പെർമാറ്റോജനസിസ്. അപ്പോൾ ഈ സ്പെർമാറ്റോജനസിസിനെ സഹായിക്കുകയാണ് FSHന്റെ ഫംഗ്ഷൻ. FSH ഒറ്റയ്ക്കല്ല ചെയ്യുക, മെയിൽ ഹോർമോൺസ് ആയ ആൻഡ്രോജൻസിൻ്റെയും കൂടി സഹായത്തോടെയാണ് അത് കൺട്രോൾ ചെയ്യുക. ഇൻ ഫീമെയിൽസിൽ വേറൊരു ഫംഗ്ഷനാണ് FSH സ്റ്റിമുലേറ്റ്സ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓവേറിയൻ ഫോളിക്കിൾസ്. ഫീമെയിലിൽ ഓവറി ഉണ്ട്, ഓവറിയിലുള്ള ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും, ഗ്രോത്ത് ആയി അത് മെച്ചുവർ ആവണതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് FSH ആണ്. അപ്പോൾ FSH ഹാസ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ മെയിൽ ആസ് വെൽ ആസ് ഇൻ ഫീമെയിൽ. രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് പറയണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണത് കേട്ടോ. ദെൻ ലൂട്ടിനൈസിങ് ഹോർമോൺ LH, ഇറ്റ്സ് ഓൾസോ സ്റ്റിമുലേറ്റ് ഗൊണാഡൽ ആക്ടിവിറ്റി. അതും ഗൊണാഡൽ ആക്ടിവിറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന. മെയിൽസിലും ഫീമെയിൽസിലും സെപ്പറേറ്റ് ഫങ്ഷൻസ് ഉണ്ട് ഇതിന്. ഇൻ മെയിൽസ് ഇറ്റ് സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻസ് ഫ്രം ടെസ്റ്റിസ്. അപ്പോൾ മെയിലിൽ LHന്റെ ഫംഗ്ഷൻ ആൻഡ്രോജൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ആൻഡ്രോജൻ നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ടെസ്റ്റിസ് ആണ് ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനു വേണ്ടി സഹായിക്കുക. ഫീമെയിൽസിൽ ഇറ്റ് ഇൻഡ്യൂസസ് ഓവുലേഷൻ, ഓവം സെക്രീഷൻ ആണ് ഓവുലേഷൻ എന്ന് പറയുക, ഓവം ഉണ്ടാവുക, എഗ് ഉണ്ടാവുക. ആൻഡ് മെയിൻറ്റെയിൻസ് കോർപ്പസ് ലൂട്ടിയം, കോർപ്പസ് ലൂട്ടിയത്തിനെ നിലനിർത്തുക. ഇത് രണ്ടുമാണ് ഫീമെയിൽസിൽ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് പാർട്ട് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് പാർസ് ഇന്റർമീഡിയ. ഇൻ ഹ്യൂമൺ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് മെർജ്ഡ് വിത്ത് പാർസ് ഡിസ്റ്റാലിസ്. നോർമലി രണ്ടും കൂടി ചേർന്നാണ് നമ്മുടെ ബോഡിയിൽ കാണുക, സെപ്പറേറ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ പാർസ് ഇന്റർമീഡിയ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് MSH, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ മെലനോസൈറ്റ്സ് ആണ് നമ്മുടെ ബോഡിക്ക് ഡാർക്ക് പിഗ്മെന്റേഷൻ തരുന്നത്. മെലനോസൈറ്റ് കൂടിയ ഭാഗങ്ങളിൽ ഡാർക്ക് കളർ ആയിരിക്കും. ഇപ്പം കണ്ണിൻ്റെ കളറ്, ഹെയറിൻ്റെ കളർ, സ്കിന്നിൻ്റെ കളർ, ഇതെല്ലാം മെലനോസൈറ്റ് കൂടുന്നതനുസരിച്ച് കളറ് കൂടും, ഡാർക്ക് കളേഴ്സ് കൂടും. MSH ആക്ട്സ് ഓൺ മെലനോസൈറ്റ്സ് ടു റെഗുലേറ്റ് സ്കിൻ പിഗ്മെന്റേഷൻ. അപ്പോൾ സ്കിൻ പിഗ്മെന്റേഷനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് MSH. അത് സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ തന്നെ നെക്സ്റ്റ് പാർട്ടാണ് പാർസ് ഇന്റർമീഡിയ. ദെൻ ന്യൂറോ ഹൈപ്പോഫൈസിസ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട അഡിനോ ഹൈപ്പോഫൈസിസ് രണ്ട് ഭാഗങ്ങളും അതിൻ്റെ സെക്രീഷൻസും ആണ്. ദെൻ ന്യൂറോ ഹൈപ്പോഫൈസിസ് ഇറ്റ് സെക്രീറ്റ്സ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. രണ്ട് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നു. ഓക്സിറ്റോസിൻ ഫംഗ്ഷൻ എന്താ? ഇത് കൺട്രാക്ട്സ് എ സ്മൂത്ത് മസിൽ. നോർമലി ചൈൽഡ് ബർത്ത് സമയത്തൊക്കെയാണ് ഓക്സിറ്റോസിൻ കൂടുതൽ ഉണ്ടാവുക, സെക്രീറ്റ് ചെയ്യപ്പെടുക ഫീമെയിൽസിൽ. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് കൺട്രാക്ഷൻ ഓഫ് യൂട്രസ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോഴാണ് കുഞ്ഞ് പുറത്തേക്ക് വരിക. അപ്പോൾ അതിനു വേണ്ടി എന്തുണ്ടാവണം? അവിടെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണുകൾ ഉണ്ടായിരിക്കണം. ആൻഡ് കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം മാമറി ഗ്ലാൻഡിൽ നിന്ന് പാല് ഉണ്ടാവണം. അതിനും സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ തന്നെയാണ്. ദെൻ വാസോപ്രസിൻ. വാസോപ്രസിൻ്റെ വേറൊരു പേരാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ഓർ ADH. നോർമലി നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം കൂടുതൽ പോയാൽ, അതിന് കൂടുതൽ വെള്ളം നമ്മൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് ബുദ്ധിമുട്ടാവും, ഡീഹൈഡ്രേഷൻ ഉണ്ടായി വേറെ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വെള്ളം കൂടുതൽ കളയാതെ, വീണ്ടും പുറത്ത് കളയാതെ വെള്ളം റീഅബ്സോർബ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ബൈ DCT, distal convoluted tubule of kidney, and thereby reduces diuresis. അപ്പോൾ
ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ വെള്ളം യൂറിൻ വഴി പോകുന്നതിനെയാണ് ഡൈയൂറസിസ് എന്ന് പറയുക. ഈ ഡൈയൂറസിസ് കുറയ്ക്കുക എന്നുള്ളതാണ് എ ഡി എച്ചിൻ്റെ ഫംഗ്ഷൻ. എപ്പോഴാണ് അത് കുറയ്ക്കുക? നമ്മുടെ ബോഡിയിൽ വെള്ളം കുറയുമ്പോൾ. അപ്പോൾ വെള്ളം തിരിച്ച് അബ്സോർബ് ചെയ്യണം. ഡെഫിഷ്യൻസി ഓഫ് എ ഡി എച്ച് results in diminished ability of the kidney to conserve water, leading to water loss and dehydration. അപ്പോൾ എ ഡി എച്ചിൻ്റെ അളവ് കുറഞ്ഞാൽ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവില്ല, വെള്ളം തിരിച്ച് അബ്സോർബ് ചെയ്യലോ ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാവും. ആ കണ്ടീഷനെയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഡയബറ്റിസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആക്ച്വലി ഇൻസുലിൻ്റെ കുറവുകൊണ്ടുണ്ടാവും ഡയബറ്റിസ്, ദാറ്റ് ഈസ് ഡയബറ്റിസ് മെല്ലിറ്റസ്. അത് നിങ്ങൾ പഠിക്കും നമ്മൾ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് എ ഡി എച്ചിൻ്റെ കുറവുകൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ്. നെക്സ്റ്റ് ഗ്ലാൻഡ് ഈസ് പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് ലൊക്കേഷൻ ഇതാണ്. ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഓഫ് ഫോർബ്രെയിൻ. ഇറ്റ് സെക്രീറ്റ്സ് മെലാറ്റോണിൻ. പീനിയൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ ഒന്നേ ഉള്ളൂ, മെലാറ്റോണിൻ സെക്രീറ്റ് ചെയ്യാം. ആൻഡ് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് മെലാറ്റോണിൻ? ഇറ്റ് റെഗുലേറ്റ്സ് ഡയണൽ റിതം. നമ്മുടെ ബോഡിക്ക് ഒരു റിതമുണ്ട്, ഒരു താളത്തിലാണ് ബോഡി. അതായത് നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം, ആ സമയം നമുക്ക് ഉറക്കം വരും. ഉണരുന്ന സമയം അലാം വെച്ചില്ലെങ്കിലും സ്ഥിരമായിട്ട് നമ്മൾ ഉണർന്നുകൊണ്ടിരുന്ന ആ സമയത്ത് നമുക്ക് ഉറക്കം മതിയാവും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എല്ലാത്തിനും ഒരു താളമുണ്ട്. ആ താളത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ് മെലാറ്റോണിൻ. കൂടാതെ ഇറ്റ് ഇൻഫ്ലുവൻസസ് മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സെൽസിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക, അതിൻ്റെ മെറ്റബോളിസം, അനബോളിസം, കാറ്റബോളിസം ഒക്കെ കൺട്രോൾ ചെയ്യുക. ബോഡി പിഗ്മെൻറ്റേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ, മെൻസ്ട്രേഷൻ, പെൺകുട്ടികളുടെ മെൻസ്ട്രേഷൻ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് മെലാറ്റോണിൻ. ഇറ്റ് ഇൻഫ്ലുവൻസസ് അവർ ഡിഫൻസ് കേപ്പബിലിറ്റി. നമ്മുടെ പ്രതിരോധ ശേഷിയെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഗ്ലാൻഡ് ഈസ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ദിസ് ഇസ് ദ ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഓൾമോസ്റ്റ് ലൊക്കേഷൻ ഇതാണ്. കഴുത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗങ്ങളിൽ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ഈ ഗ്ലാൻഡ് കാണുക. ഇറ്റ് ഇൻക്ലൂഡ്സ് 2 lobes ലൊക്കേറ്റഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ ട്രക്കിയ. ട്രക്കിയയുടെ 2 വശത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ലോബ്സ് ആർ ഇന്റർ കണക്റ്റഡ് വിത്ത് ഇസ്തുമസ്. ഈ 2 ലോബും ഇസ്തുമസ് വഴി ഒരു കണക്റ്റീവ് ടിഷ്യൂ വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫോളിക്കിൾസ് ആൻഡ് സ്ട്രോമൽ ടിഷ്യൂസ്. തൈറോയ്ഡ് ഗ്ലാൻഡിൽ കുറേ ഫോളിക്കിൾസും ടിഷ്യൂസുമാണ് ഉള്ളത്. ഇനി ഫോളിക്കിൾ സെൽസ്, തൈറോയ്ഡ് ഗ്ലാൻഡിലെ ഫോളിക്കിൾ സെൽസ് ഈ 2 ഹോർമോൺസിന് ഉണ്ടാക്കുന്നുണ്ട്. തൈറോക്സിൻ, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് T4, ടെട്രാ അയഡോ തൈറോണിൻ. പിന്നെ ട്രൈ അയഡോ തൈറോൺ T3, T4ഉം T3 ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ തൈറോ കാൽസിറ്റോണിൻ TCT. അപ്പോൾ തൈറോക്സിൻ്റെ വേറൊരു പേരാണ് T4 അല്ലെങ്കിൽ ടെട്രായിഡോ തൈറോണിൻ. ട്രൈ അയഡോ തൈറോണിനെ പറയുന്നതാണ് T3 എന്ന്. അപ്പോൾ T3യും T4ഉം, T4 ആണ് തൈറോക്സിൻ. ദെൻ അത് കൂടാതെ തൈറോ കാൽസിറ്റോണിനും ഈ ഫോളിക്കുലർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്. ദെൻ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് തൈറോക്സിൻ? ഇറ്റ് റെഗുലേറ്റ്സ് ബേസൽ മെറ്റബോളിക് റേറ്റ്. നമ്മുടെ ബോഡിയിലുള്ള ബോഡിയുടെ നമ്മളുടെ മെറ്റബോളിസം അതിനെ കൺട്രോൾ ചെയ്യുക. ദെൻ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സെക്ഷൽ ഡെവലപ്മെൻറ്റ്. ബോഡി വളർച്ചയുടെ ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാവേണ്ട മാറ്റങ്ങൾ, ഫിസിക്കൽ ചേഞ്ചസ്, മെൻ്റൽ ചേഞ്ചസ്, സെക്ഷൽ ചേഞ്ചസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് തൈറോക്സിനാണ്. ദെൻ ഇറ്റ്സ് അബൌട്ട് RBC ഫോർമേഷൻ. നമ്മുടെ ബോഡിയിൽ റെഡ് ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നതിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺട്രോൾ ദ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. ഈ 3 ബയോമോളിക്യൂൾസിൻ്റെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ബോഡിയിലുള്ള വാട്ടറിൻ്റെയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയും ബാലൻസും കൺട്രോൾ ചെയ്യുന്നതാണ് തൈറോക്സിൻ. ദ നെക്സ്റ്റ് ഹോർമോൺ ഈസ് തൈറോ കാൽസിറ്റോണിൻ. ഇറ്റ് ഇസ് എ പ്രോട്ടീൻ ഹോർമോൺ, റെഗുലേറ്റ്സ് ദ ബ്ലഡ് കാൽസ്യം ലെവൽ, അല്ലെങ്കിൽ ലോവേഴ്സ് ബ്ലഡ് കാൽസ്യം ലെവലിനെ കുറയ്ക്കുക എന്നുള്ളതാണ് തൈറോ കാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ നോർമൽ സിന്തസിസ് ഓഫ് തൈറോയിഡ് എന്നതിന് വേണ്ടി അത്യാവശ്യമായൊരു എലമെൻ്റാണ് അയഡിൻ. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിന് അത്യാവശ്യമായൊരു ഒരു എലമെൻ്റാണ് ഇറ്റ് ഇസ് അയഡിൻ. ദെൻ നെക്സ്റ്റ് ഹൈപ്പോതൈറോയിഡിസം. അപ്പോൾ തൈറോയിഡ് ഹോർമോൺസിൻ്റെ കൂടുതലും കുറവും ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആണ്. ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ കുറയുമ്പോൾ. എൻലാർജ്മെൻറ്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ. അയഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം തൈറോയ്ഡ് ഗ്ലാൻഡ് വലിപ്പം കൂടുക, ഇതാണ് കണ്ടീഷൻ. അതാണ് അത് ഗോയിറ്റർ എന്ന് പറയുന്നതിന്, ഗോയിറ്റർ. ഇൻ അഡൽട്ട് വുമൺ ഇറ്റ് കോസസ് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ. അഡൽട്ട് വുമണിൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായാലും മെൻസ്ട്രൽ സൈക്കിൾ ഒരു റെഗുലർ അല്ലാതെ ഇരിക്കും, തോന്നിയ പോലെയാണ് മെൻസ്ട്രേഷൻ ഉണ്ടാവുക. ഹൈപ്പോതൈറോയിഡിസം ഡ്യൂറിങ് പ്രഗ്നൻസി ഇറ്റ് എഫക്ട്സ് ബേബി കോസിങ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. അപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡിയിലാണ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവുന്ന കുഞ്ഞിന്
ക്രെറ്റിനിസം അല്ലെങ്കിൽ വളർച്ച മുരടിക്കുക ഒരവസ്ഥ ഉണ്ടാവും. കുഞ്ഞിന് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവാം. ദെൻ ഇൻ്റലിജൻസ് IQ കുറവായിരിക്കാം. സ്കിന്നൊക്കെ ഒരു അബ്നോർമൽ സ്കിൻ ഇത് കാണുക. ദെൻ ഡെഫ് മ്യൂട്ടിസം, ഒന്നുകിൽ കേൾവി അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതെ ഏതെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാം. സോ ഇറ്റ് ഇസ് എ സീരിയസ് സ്റ്റേജ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് പ്രഗ്നന്റ് വുമൺ. ദെൻ ഹൈപ്പർ തൈറോയിഡിസം, അത് തൈറോയിഡ് ഹോർമോൺസ് കൂടുമ്പോഴുണ്ടാവുന്ന പ്രശ്നമാണ് ഹൈപ്പർ തൈറോയിഡിസം. This is due to the abnormal increase of thyroid hormones, resulting in adverse effects on physiological activities. It is caused due to development of the nodules or the cancer of thyroid gland. Nodules കൂടുമ്പോഴാണ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നോഡ്യൂൾസ് കൂടുതൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ക്യാൻസർ ഉണ്ടാകുമ്പോഴാണ് ഈ കണ്ടീഷൻ ഉണ്ടാവുക. അതിലുള്ളൊരു ഡിസീസാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ ഓർ ഗ്രേവ്സ് ഡിസീസ്. അതാണ് കണ്ണൊക്കെ പുറത്തേക്ക് തുറിച്ചു വരുന്ന കണ്ടീഷനാണ് കേട്ടോ. ദിസ് ഇസ് എക്സോഫ്താൽമിക് ഗോയിറ്റർ, അതിനെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസിൻ്റെ ഒരു കണ്ടീഷനാണ് ഈ കാണുന്നത്. സിംറ്റംസ് എന്താ? എൻലാർജ്മെന്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്, പ്രൊട്രൂഷൻ ഓഫ് ഐബോൾസ് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരിക, ഇൻക്രീസ്ഡ് BMR ആൻഡ് വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും, കുറയും. ഇൻക്രീസ്ഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് മെറ്റബോളിസം നടക്കും, അതാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ ആളുകളിൽ ഒട്ടും ശരീരത്തിൽ അത് കാണില്ല, കാരണം പെട്ടെന്നത് മെറ്റബോളിസം നടന്നത് ബോഡിയിൽ എനർജി ആയിട്ട് റിലീസ് ചെയ്ത് പോകും. വെയിറ്റ് ലോസും ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് ഗ്ലാൻഡ് ഈസ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡിനോട് ചേർന്ന് തന്നെയാണ് കാണുക. ഇത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്, ഈ ഓറഞ്ച് ബട്ടർഫ്ലൈ ഷേപ്പിൽ. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന യെല്ലോ 4 എണ്ണമാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ്. These are 4 glands present on the back side of the thyroid gland, 1 pair each in the 2 lobes of thyroid gland. ഒരു തൈറോയ്ഡ് ഗ്ലാൻഡ് 2 പെയർ കാണാം. They secrete parathyroid hormone. TH എന്ന ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്. ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഹോർമോണാണത്. ഇനി എന്താണ് പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് ഇൻക്രീസസ് കാൽസ്യം ലെവൽ ഇൻ ബ്ലഡ്. അപ്പോൾ നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന തൈറോ കാൽസിറ്റോണിൻ കണ്ടിരുന്നു. അത് കാൽസ്യം ലെവൽ ലോവർ ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ. ഇറ്റ് ഇൻക്രീസസ് കാൽസ്യം ലെവൽ ഇൻ ബ്ലഡ്. അതുകൊണ്ട് അതിനെ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ എന്ന് പറയുന്നു. ഹൈപ്പർ എന്ന് വെച്ചാൽ കൂട്ടുക. ദെൻ ഇറ്റ് ഓൾസോ സ്റ്റിമുലേറ്റ്സ് ബോൺ റിസോപ്ഷൻ, ഡീമിനറലൈസേഷൻ ഒരു കാരണം. കാൽസ്യം ലെവൽ കൂട്ടുന്നതാണ് ബോണിൽ നിന്നാണ് വരേണ്ടത്. Then it stimulates reabsorption of calcium ions by renal tubules. അപ്പോൾ കിഡ്നി വഴി നമ്മൾ ഫീക്കസ് അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽ പോണ സമയത്ത് കാൽസ്യം അയോൺസിനെ റീഅബ്സോർബ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യും. ആൻഡ് ഇൻക്രീസസ് കാൽസ്യം അബ്സോർപ്ഷൻ ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ്. കാൽസ്യം അബ്സോർപ്ഷൻ കൂട്ടും. കാൽസ്യം നമുക്ക് ബോഡിക്ക് ആവശ്യമായതുകൊണ്ട് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനെ കൂട്ടും. ഇതൊക്കെ സഹായിക്കുന്നത് പാരാതൈറോയ്ഡ് ഹോർമോണാണ്. അങ്ങനെ അത് ബോഡിയിലുള്ള ബ്ലഡിലുള്ള കാൽസ്യം ലെവൽസ് കൂട്ടുക ചെയ്യാം. Along with TCT, thyrocalcitonin, it helps in calcium balance in the body. അപ്പോൾ ഈ 2 ഹോർമോൺസും, പാരാതൈറോയ്ഡ് ഹോർമോണും തൈറോയിഡ് സെക്രീറ്റ് ചെയ്യുന്ന TCT തൈറോകാൽസിറ്റോണിനും ചേർന്നിട്ടാണ് ബോഡിയിലുള്ള കാൽസ്യം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക.